ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എച്ച് എസ് ഐയിലെ ജനറൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സിലബസ് പ്രകാരം എന്തൊക്കെയാണ് ജനറൽ ടോപ്പിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നടന്ന ഹൈസ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഈ സിലബസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പല ഹൈസ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റുകളും നിലവിലുണ്ട്. അത് എക്സ്പയർ ചെയ്യാൻ ഇനിയും കാലാവധിയുണ്ട്. എന്നാലും അടുത്ത ഒരു എക്സാം തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന നിലയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് സമയം ഒട്ടും കളയാനില്ല. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കി തുടങ്ങുകയാണെങ്കിൽ റിവിഷൻസ് പൂർണ്ണമായിട്ടും ടോപ്പിക്സ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻസ് ചെയ്യാൻ സാധിക്കും. സോ ഏതൊരു എച്ച് എസ് എ എക്സാമിനും തയ്യാറെടുക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 3 മൊഡ്യൂൾസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ റിനൈൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, നവോത്ഥാന നായകർ, നവോത്ഥാന സംഘടനകൾ, സ്വതന്ത്ര സമരവുമായിട്ട് ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ ചില പ്രധാന സംഭവങ്ങളും. ഇത് നമ്മൾ എവിടെയാണ് റെഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ SCERT പാഠപുസ്തകത്തിലാണ് റെഫർ ചെയ്യേണ്ടത്. SCERT ബേസ് ചെയ്താണ് ഇപ്പോൾ നടക്കുന്ന പല പരീക്ഷകളിലും എന്നല്ല മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിൻസ്പയറിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ഫാക്റ്റുകളും അനുബന്ധമായിട്ട് വരുന്ന എക്സ്ട്രാ ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഊർജം നൽകുന്നത് ഓരോ വ്യൂവേഴ്സാണ്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. സോ അത്തരം ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നൽകണം എന്ന ഒരു ആഗ്രഹം നിലവിലുണ്ട്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ GKയും കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില പൊതുവിജ്ഞാനങ്ങളും ആനുകാലിക സംഭവങ്ങളും, ഇതാണ് ഈ ഒരു ടോപ്പിക്സിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ഒരു മൊഡ്യൂളാണിത്. ദെൻ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് BEd കംപ്ലീറ്റ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെത്തഡോളജിയാണ് ചോദിക്കുന്നത്. സോ ഇതിൽ പല കാര്യങ്ങളും കോമൺ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹിസ്റ്ററി ഓർ കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്റ്റ്. അപ്പോൾ വികാസത്തെക്കുറിച്ചുള്ള നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതേപോലെ പഠിക്കേണ്ട ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, പഠിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, പഠന രീതി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ദെൻ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ്, നമ്മുടെ സബ്ജക്റ്റും മറ്റ് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധവും ജീവിത സാഹചര്യങ്ങളുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളും. ദെൻ എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, അധ്യാപനവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ, അതിൻ്റെ മൂല്യങ്ങൾ. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ ബ്ലൂംസ് ടാക്സോണമി, അത് ഓൾഡ് ആൻഡ് റിവൈസ്ഡ്. ബ്ലൂംസ് ടാക്സോണമി ഓൾഡും ഉണ്ട്, റിവൈസ്ഡും ഉണ്ട്, അത് രണ്ടും. ദെൻ പെഡഗോജിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പെഡഗോജിക് അനാലിസിസ് നമുക്കറിയുമല്ലോ, നമ്മൾ BEdനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. സെക്കൻഡറി ലെവലിൽ നമ്മൾ അധ്യാപനം നടത്തുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട പ്ലാനിങ്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിൻ്റെ ആവശ്യകത, നമ്മൾ എന്തുകൊണ്ട് ആ ഒരു പ്ലാനിങ് നടത്തണം, അതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും. ദെൻ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, നമ്മുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ അടിത്തറ. അതിൽ വരുന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര വിദഗ്ധരുടെ തിയറീസും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. പ്രത്യേകിച്ച് കുറച്ച് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, ഓസുബൽ ആൻഡ് ഗാർഡനർ. അപ്പോൾ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട
ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. ബിഹേവിയറിസം പൊതുവേ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയല്ല എങ്കിൽ കൂടിയും അതിലെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, കുട്ടികളിലെ വ്യക്തിത്വപരമായിട്ടുള്ള അവരുടെ വ്യക്തിവ്യത്യാസങ്ങൾ. ദെൻ മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ അടുത്തതായിട്ട് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് പഠിക്കാൻ, നമ്മുടെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോധന തന്ത്രങ്ങളും ബോധന രീതികളും. ദെൻ മോഡൽസ് ഓഫ് ടീച്ചിങ് മോഡൽ ഉണ്ടല്ലോ, നമ്മുടെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, അത്തരം ചില കാര്യങ്ങളും. പിന്നെ ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷൻ, വ്യക്തിഗത ബോധന തന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ദെൻ അടുത്തത് നമ്മുടെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കരിക്കുലം. എന്താണ് കരിക്കുലം എന്നുള്ള നിർവചനം, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ആധുനിക പ്രവണതകൾ, അതിൻ്റെ സംഘാടന സമീപനങ്ങൾ, പിന്നെ NCF, KCF തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, അഥവാ നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബോധന വിഭവങ്ങൾ അല്ലെങ്കിൽ ബോധന സാമഗ്രികൾ. അതിൽ ലാബ് വരുന്നു, ലൈബ്രറി, ക്ലബ്ബ്, മ്യൂസിയം, ഓഡിയോ വീഡിയോ എയ്ഡ്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസ്, റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ഹാൻഡ് ബുക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. ദെൻ അസസ്മെൻറ്റ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൂല്യനിർണ്ണയം നടത്തണമല്ലോ. അപ്പോൾ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, ആ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പേർപ്പസ്, ഉദ്ദേശം, അതിൻ്റെ ടൈപ്സ്, വിവിധ തരത്തിലുള്ള അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, നമ്മൾ ആധുനിക ടെക്നിക്സ്, മോഡേൺ ടെക്നിക്സ്, പിന്നെ CC എന്താണെന്ന് പഠിക്കണം, ഗ്രേഡിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, ടെക്നിക്സ്, നല്ലൊരു ടെസ്റ്റിന് വേണ്ടിയുള്ള ക്വാളിറ്റീസ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് പ്രോജക്റ്റുകൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, സെമിനാർസ്, അസൈൻമെൻറ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, കൺസ്ട്രക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റെമഡിയേഷൻ. അപ്പോൾ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ദെൻ ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് കോമ്പറ്റീസ്, ടീച്ചറിൻ്റെ കഴിവ്, ടീച്ചറിനുണ്ടാകേണ്ട കഴിവ്, യോഗ്യത, വ്യത്യസ്ത റോളുകൾ. ദെൻ പേഴ്സണൽ ക്വാളിറ്റീസ്, വ്യക്തിപരമായിട്ടൊരു ടീച്ചറിനുണ്ടാകേണ്ട കഴിവുകൾ, എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽ, അത്യാവശ്യമായിട്ട് വേണ്ട അധ്യാപന മികവുകൾ, മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് നൽകണം എന്നാണ് നിലവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ റിവ്യൂസും നിങ്ങളുടെ കമൻറ്റും ലൈക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ വേണമെന്ന് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം വിളിക്കാനും, എത്രയും പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സാവകാശങ്ങളും മറ്റു കാര്യങ്ങളും കിട്ടണം. അപ്പോൾ അധികം കാലതാമസം ഉണ്ടാകാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ എക്സാം വിളിക്കാനും ഈ ഒരു അവസരത്തിൽ തന്നെ ക്വാളിഫൈ ചെയ്ത് ജോലിയിലേക്ക് എത്താനും സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.